ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോകാഡിലെ 3D ബേസിക്സ് ആണ്. 3D ഡ്രോയിങ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ്. ഒരു ബേസിക് 3D സ്ട്രക്ചർ എങ്ങനെയാണ് ഓട്ടോകാഡിൽ വരച്ചെടുക്കുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, we have to create a 3D view of a solid bearing as shown in figure. ഇവിടെ നമുക്ക് ഈ ഒരു സോളിഡ് ബിയറിങ്ങിൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഓട്ടോകാഡ് 3D ഡ്രോയിങ്ങിൽ 3 ഡയമെൻഷണൽ ഡ്രോയിങ്ങിൽ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നമുക്കറിയാം ഓട്ടോകാഡിൻ്റെ ബേസിക് ആയിട്ടുള്ള 2D ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് പഠിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഐസോമെട്രിക് വ്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഐസോമെട്രിക് വ്യൂ. ഇപ്പം നമ്മൾ ഈ ഒരു പാർട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ് ആക്സിസ് ആയിട്ട് എടുക്കാം, ഈ ഒരു പാർട്ട് വൈ ആക്സിസ് ആയിട്ട് എടുക്കാം. ഈ ഒരു ഹൈറ്റ് വരുന്ന പോർഷൻ നമുക്ക് സെഡ് ആക്സിസ് ആയിട്ടും എടുക്കാം. എക്സ് വൈ സെഡ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോകാഡ് 3D ഡ്രോയിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു എക്സ് സെഡ് പ്ലെയിനിലെ വ്യൂ ആ ഒരു വ്യൂ നമ്മൾ ഫസ്റ്റ് 2D ഡ്രോയിങ്ങിൽ വരച്ച് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ആ ഒരു മൊത്തം റീജിയൺ ആ ഒരു 3D ഡ്രോയിങ്ങിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കതിനെ റീജിയണായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനൊരു റീജിയൺ എന്ന് പറഞ്ഞൊരു കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അടുത്ത പാർട്ടിൽ എങ്ങനെയാണ് ഓട്ടോകാഡിൽ യൂസ് ചെയ്യുന്നതെന്നുള്ള ഓട്ടോകാഡിൽ എത്തുമ്പോൾ പറയും. അപ്പോൾ ആ ഒരു പോർഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ എൻറ്റയർ പ്ലെയിൻ ലാമിനെ ഞാൻ 38 mm എക്സ്ട്രൂഡ് ചെയ്യും. ആ എക്സ്ട്രൂഡ് ചെയ്യുന്നത് എലോങ് വൈ ആക്സിസ് ആണ്. എലോങ് വൈ ആക്സിസ് എക്സ്ട്രൂഡ് ചെയ്യും. അതിനാണ് എക്സ്ട്രൂഡ് കമാൻഡ്. അപ്പോൾ ആ ഒരു പ്ലെയിൻ ലാമിനെ എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് സോൾഡായിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഈ ഒരു സർക്കിളിൻ്റെ പോർഷൻ ആ സർക്കിളും എക്സ്ട്രൂഡ് ചെയ്യും. ആ സർക്കിളും എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സോളിഡ് മാസ്റ്റർ പാർട്ടിൽ നിന്ന് ഈ ഒരു സർക്കിളിൻ്റെ പാർട്ട് നമ്മൾ റിമൂവ് ചെയ്യും. അത് മൈനസ് ചെയ്യും, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സർക്കുലർ ഹോൾ കിട്ടും ആ ഒരു പർട്ടിക്കുലർ സോളിഡിൽ. ഇതേ മോഡലിൽ നമ്മൾ ടോപ്പ് വ്യൂ എടുത്തിട്ട് 2 സർക്കിൾ ക്രിയേറ്റ് ചെയ്യും. ആ സർക്കിളിനെ എക്സ്ട്രൂഡ് ചെയ്യും, എലോങ് സെഡ് ആക്സിസ് എക്സ്ട്രൂഡ് ചെയ്യും. ആ എക്സ്ട്രൂഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സോളിഡ് പാർട്ട് ഈ ഒരു മാസ്റ്റർ സോളിഡിൽ നിന്ന് റിമൂവ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഈ ഒരു ഓയിൽ ഹോളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഓയിൽ ഹോളിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഹോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഒരു 1.5 mm തിക്നെസ്സും പിന്നെ ഈ ഒരു ഹൈറ്റ് ഇവിടെ ഈ ഒരു ഷേപ്പിലുള്ള ഒരു ലാമിന ക്രിയേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓയിൽ ഹോളിൻ്റെ ഒരു ഹാഫ് പോർഷൻ. ഇനി അത് കിട്ടിയതിന് ശേഷം ഈ ഒരു ലാമിനയെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ റിവോൾവ് ചെയ്യും. ഇവിടെ റിവോൾവ് ആണ് കമാൻഡ്. ആ റിവോൾവ് കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് റിവോൾവ് ചെയ്തെടുക്കാൻ പറ്റും. റിവോൾവ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആ സോളിഡ് നമുക്ക് ഈ മാസ്റ്റർ സോളിഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓയിൽ ഹോളും ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. ഇത്രയുമാണ് ഈ ഒരു സോളിഡ് ബിയറിങ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ഫിഗറാണ് ഈ സോളിഡ് ബിയറിങ്ങിൽ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഈ ഒരു ലാമിന ഫ്രണ്ട് വ്യൂ ക്രിയേറ്റ് ചെയ്യും. അതിനെ എക്സ്ട്രൂഡ് ചെയ്യും. എക്സ്ട്രൂഡ് കമാൻഡിന് ശേഷം വീണ്ടും ടോപ്പിൽ സർക്കിൾ വരച്ച് എക്സ്ട്രൂഡ് ചെയ്ത് അതിനുശേഷം സബ്സ്ട്രാക്റ്റ് കമാൻഡാണ് യൂസ് ചെയ്യുക. സബ്സ്ട്രാക്റ്റ് എന്നാണ് കമാൻഡിൻ്റെ നെയിം. ഇപ്പോൾ യൂണിയൻ, സബ്സ്ട്രാക്റ്റ്, ഇത് ഇങ്ങനെയുള്ള കുറേ കമാൻഡ്സുകൾ നമുക്ക് ഈ ഒരു ഓട്ടോകാഡ് 3D ഡ്രോയിങ്ങിൽ കിട്ടാനുണ്ട്. അപ്പോൾ സബ്സ്ട്രാക്റ്റ് കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസ്റ്റർ സോൾഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ഒബ്ജക്റ്റാണോ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇതാണ് കൺസെപ്റ്റ്.
ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമുക്ക് കിട്ടുന്ന ഫ്രണ്ട് വ്യൂ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് വ്യൂവിൻ്റെ ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു ഡയമെൻഷൻസ് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ആ ഫ്രണ്ട് വ്യൂവിൽ ഡയമെൻഷൻസ് ഈ D1 എന്ന് പറയുന്നത് ഈ ഒരു തിക്നെസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഡയമീറ്റർ ആണ്. ആ ഡയമീറ്റർ 2D ആയിട്ട് എടുക്കും. ഇതിന് മെയിൻ ഡയമീറ്റർ ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് സ്മോൾ ലെറ്റർ D ആണ്. അത് നമുക്ക് 25 ആയിട്ട് ഫിക്സ് ചെയ്യുവാണെങ്കിൽ ഈ ഡയമീറ്റർ 50 mm കിട്ടും. പിന്നെ അതേപോലെ D2 0.5D ആണ്. D2 എന്ന് പറയുന്നത് 0.5D ആണ്. D2 മീൻസ് ഈ സർക്കുലർ ഹോളിൻ്റെ ഡയമീറ്റർ, അത് 0.5D ആണ്. പിന്നെ L1 ഈസ് ഈക്വൽ ടു 0.75D. L1 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ എഡ്ജിൽ നിന്ന് ഔട്ടർമോസ്റ്റ് എഡ്ജിൽ നിന്ന് ഈ സർക്കുലർ ഹോളിൻ്റെ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് 0.75D. L2 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് 3.5D. അഗൈൻ L1 0.75D. പിന്നെ വരുന്നത് T1 ആണ്. T1 ഈസ് ഈക്വൽ ടു ഇത് തിക്നെസ് ഓഫ് ദി ബേസ്, അത് 0.5D ആണ്. പിന്നെ T2 എന്ന് പറയുന്നത് ഈ ബേസിൽ നിന്ന് ഈ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഹൈറ്റ് T2 ഈസ് ഈക്വൽ ടു D ആണ്. പിന്നെ അത്രയുമാണ് അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമെൻഷൻസ്, മേജറായിട്ട് യൂസ് ചെയ്യുന്ന ഡയമെൻഷൻസ്. പിന്നെ ഈ ബ്രെഡ്ത്ത് ഓൾറെഡി ഈ പറഞ്ഞു 1.5D ആയിട്ടാണ് എടുക്കുന്നത്. 1.5D ആണ്. അത് നമ്മളുടെ ഈ ഒരു ഫിഗറിൽ 38 ആയിട്ട് തന്നിട്ടുണ്ട്. 38 എന്ന് പറഞ്ഞ ഡയമെൻഷനായിട്ട് തന്നിട്ടുണ്ട്. ഇത്രയുമാണ് പാർട്ട് നമ്മൾ വരച്ച് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഓട്ടോകാഡിലേക്ക് പോകാം. അതിന് പാരലായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഓട്ടോകാഡിലേക്ക് വരുവാണ്. ഓട്ടോകാഡിൻ്റെ ഫസ്റ്റ് പേജ്, ഇത് നമ്മൾ അതിൻ്റെ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് പേജാണിത്. ഓട്ടോകാഡ് 2016 വേർഷനാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ഡ്രോയിങ് ബട്ടൺ ഉണ്ട്. നമ്മളിവിടെ ഓട്ടോകാഡ് 3D ഡ്രോയിങ്, ഓട്ടോകാഡ് 3D ആണ് സെലക്ട് ചെയ്യുന്നത്. ഓട്ടോകാഡ് 3D. ഇപ്പം നമ്മൾ ലോവർ വേർഷൻ ഓട്ടോകാഡിലൊക്കെ ആണെങ്കിൽ ഓട്ടോകാഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഓട്ടോകാഡ് 2D 3D ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ബട്ടണിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ ഓട്ടോകാഡ് 3D മോഡലിംഗ് ഓൺ ചെയ്തു. ഇവിടെ തന്നെ നമുക്ക് വിഷ്വലൈസ് എന്ന് പറയുന്ന ഒരു ബാർ ഉണ്ട്. അതുപോലെ വ്യൂ, ഇൻസേർട്ട്, ഹോം, ഇങ്ങനെ കുറേ ടൂൾ ബാർസ് ഉണ്ട്. അതിൽ വ്യൂവിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ UCS ഐക്കൺ ഉണ്ട്, വ്യൂ ക്യൂബ്, നാവിഗേഷൻ ബാർ, ഇങ്ങനെ കുറേ ടൂൾ ബാർസ് ഉണ്ട്. അപ്പം അതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിഷ്വലൈസ് എന്ന് പറഞ്ഞ ബാറിൽ ഇവിടെ ഞാൻ 2D വയർ ഫ്രെയിം, കൺസെപ്ച്വൽ മോഡൽ, ഹിഡൻ മോഡൽ, റിയലിസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ കുറേ മോഡൽസ് ഉണ്ട്. ഇതിൽ ഞാൻ 2D വയർ ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. 2D വയർ ഫ്രെയിം യൂസ് ചെയ്യുവാണ്. 2D വയർ ഫ്രെയിം ഇനി ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു. ഇതിൽ നമ്മൾ ആദ്യം കമാൻഡ് കൊടുക്കുന്നത് യൂണിറ്റ്സ് കമാൻഡാണ്. യൂണിറ്റ്സ് കമാൻഡ് സെലക്ട് ചെയ്തു. യൂണിറ്റ്സ് കമാൻഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഡ്രോയിങ് യൂണിറ്റ്സ് കിട്ടും. ആ ഡ്രോയിങ് യൂണിറ്റ്സിൽ ഇഞ്ചസ് മാറ്റിയിട്ട് ഞാൻ മില്ലിമീറ്റേഴ്സ് സെലക്ട് ചെയ്തു. അതേപോലെ ഡെസിമൽ, പ്രിസിഷൻ, നമുക്ക് ഇഷ്ടമുള്ള പ്രിസിഷൻ കൊടുക്കാം. അപ്പോൾ മില്ലിമീറ്റേഴ്സിലേക്ക് യൂണിറ്റ് ചേഞ്ച് ചെയ്ത് ഓക്കെ കൊടുക്കും. അപ്പോൾ മില്ലിമീറ്ററിലേക്ക് മാറി. നെക്സ്റ്റ് ലിമിറ്റ്സ് ആണ്. ലിമിറ്റ്സ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു. ആ ലിമിറ്റ്സ് കമാൻഡിൽ നമ്മൾ ഓട്ടോകാഡിൽ നമ്മൾ ഈ ഒരു വർക്ക് ഏരിയയുടെ ലിമിറ്റ് സെറ്റ് ചെയ്യുകയാണ്. അതിൽ ഞാൻ A4 ഷീറ്റിൻ്റെ സൈസ് കൊടുക്കുകയാണ് 210/297. അതിൽ നമ്മൾ ലോവർ ലെഫ്റ്റ് കോർണറാണ് ആദ്യം ചോദിക്കുന്നത്. ലോവർ ലെഫ്റ്റ് കോർണർ 00 തന്നെയാണ്. നമ്മളത് എൻ്റർ ചെയ്തു. രണ്ടാമത് ചോദിക്കുന്നത് അപ്പർ റൈറ്റ് കോർണറാണ്. അപ്പോൾ ലോവർ ലെഫ്റ്റ് കോർണറും അപ്പർ റൈറ്റ് കോർണറും ആയി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഷീറ്റിൻ്റെ സൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇൻബിൽട്ടായിട്ട് വരുന്നത് ഒരു ഇഞ്ചസിലാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് A4 ഷീറ്റിൻ്റെ സൈസ് കൊടുക്കും. അവിടെ 297
210 ആണ് നമ്മൾ അവിടെ ലിമിറ്റ്സ് ആയിട്ട് 297,210 ആണ് അവിടെ ലിമിറ്റ്സ് ആയിട്ട് കൊടുക്കേണ്ടത്. അത്രയും അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേസിൻ്റെ ലിമിറ്റ് കൂടി സെറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ഈ ഒരു ടൂൾ ബാറിൽ നമ്മൾ ഓൾറെഡി ലിമിറ്റും യൂണിറ്റ്സും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു വിഷ്വലൈസ് എന്ന് പറഞ്ഞ ടൂൾ ബാറിൽ ഇവിടെയാണ് മോഡൽസ് ഉള്ളത്. 2D വയർ ഫ്രെയിമിൽ നമുക്കിത് വിസിബിൾ ആവും. കൺസെപ്റ്റൽ മോഡൽ, ഹിഡൻ മോഡൽ, റിയലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയേറെ മോഡൽസ് ഉണ്ട്. ഇത് ഞാൻ വരക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 2D വയർ ഫ്രെയിം സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിന് ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെക്കുകയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ഒരു ഓർത്തോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. ഈ ഒരു മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ മാത്രമേ കേഴ്സർ മൂവ് ചെയ്യൂ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ എന്നൊക്കെ പറഞ്ഞ് കുറേ വ്യൂസ് ഉണ്ട്. ഇതിൽ ഞാൻ ഒരു SE ഐസോമെട്രിക് യൂസ് ചെയ്തു എന്ന് വിചാരിക്കും. SE ഐസോമെട്രിക്, സൗത്ത് ഈസ്റ്റ് ഐസോമെട്രിക്, അങ്ങനെ കുറേ വ്യൂസ് ഉണ്ട്. ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഐസോമെട്രിക് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു നമുക്ക് എന്താണോ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അതിൻ്റെ സൈഡ് വ്യൂ ആദ്യം കൺസ്ട്രക്ട് ചെയ്യും. ഈ ഒരു ഫിഗർ ഇതാണ് നമ്മളുടെ സോളിഡ് ബിയറിങ്. ഈ ബിയറിങ്ങിൻ്റെ സൈഡ് വ്യൂ ആണ് ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ സൈഡ് വ്യൂ ഓർ ഈ കേസിൽ ഫ്രണ്ട് വ്യൂ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് ഫ്രണ്ട് വ്യൂ. ഈ ഫ്രണ്ട് വ്യൂ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂവിൽ ഇതിൻ്റെ ഡയമെൻഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയമെൻഷൻസ് നമുക്കറിയാം, ഇത് D ആണ്. D ഇവിടെ യൂസ് ചെയ്തത് 25 ആണ്. പിന്നെ ഈ ഒരു ഡയമെൻഷൻസ് അത് D1 ആണ്, അത് 2D ആണ്. പിന്നെ ഓരോരോ ഡയമെൻഷനും ഈ തിക്നെസ് T1 എന്ന് പറയുന്ന തിക്നെസ് D ആണ്. T2 എന്ന് പറയുന്ന ആ ഒരു ലെങ്ത്ത് 2D ആണ്. ഇവിടെ T1 എന്ന് പറയുന്നത് 0.5 D ആണ്. T2 എന്ന് പറയുന്നത് D ആയിട്ടും വരും, D ആണ്. D എന്ന് പറയുന്നത് ഈ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു D2 ഉണ്ട്. ആ D2യുടെ ഡയമെൻഷനും ഞാൻ ഓൾറെഡി ഈ പ്രീവിയസ് കാര്യം പറയുമ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഓരോന്നിൻ്റെ ഡയമെൻഷൻ, അപ്രോക്സിമേറ്റ് പ്രൊപ്പോർഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് എല്ലാ ഡയമീറ്ററും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സൈഡ് വ്യൂ കൺസ്ട്രക്ട് ചെയ്യുവാണ്. ഫസ്റ്റ് ഹോമിലേക്ക് പോയി ലൈൻ, അവിടെയുള്ള ആ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് നമുക്ക് പുറത്തോ ഓൺ ആക്കുവാണ്. ഇവിടെ 125 ആണ് തന്നിട്ടുള്ളത്. 125 കൺസ്ട്രക്ട് ചെയ്തു. ഇനി ആ ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കേസിൽ പറഞ്ഞു 12.5 ആണ് ഹൈറ്റ്. ശ്രദ്ധിക്കുക, ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ T1 ആണ്. ആ T1 = 0.5 D ആണ്. D ഞാൻ 25 ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് 12.5 വരും. ആ 12.5 mm സെലക്ട് ചെയ്യുക. ഇനി അതിനുശേഷം ഈ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് വരുവാന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ടോട്ടൽ 125 ആണ്. ഇതിൽ 50 ആണ്. 125ൽ 50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 75 വരും. അപ്പോൾ 75ൻ്റെ ഹാഫാണ് രണ്ട് സൈഡിലേക്ക് എടുക്കുന്നത്. അപ്പോൾ 37.5 mm നമ്മൾ ആ ഡിസ്റ്റൻസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു എൻഡിൽ നിന്നും ഇതേ മോഡൽ ഫിഗർ കൺസ്ട്രക്ട് ചെയ്തു. ഇതാ 12.5, നെക്സ്റ്റ് 37.5. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് നമുക്ക് ആ ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിൻ്റെ ആ ഹൈറ്റ് നമുക്കറിയാം ഓൾറെഡി, അതും 12.5 തന്നെയാണ്. ഇതിന് മുകളിലുള്ള ഹൈറ്റ് അവിടുന്ന് അതിൻ്റെ റേഡിയസ് ആയിട്ട് ഔട്ടർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ 2D ആണ്. അപ്പോൾ അതിൽ ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത് 2D ആണ്. ഇവിടെ D ആണ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്.
അപ്പോൾ അതിൻ്റെ സെൻറ്റർ അവിടെ കിട്ടി. ഇനി കൺസ്ട്രക്ട് ചെയ്യേണ്ടത് സർക്കിളാണ്. സർക്കിൾ ഈ പോളിഗണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ കിട്ടും. ആ സർക്കിള് ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു വ്യൂവിൽ സർക്കിൾ നമുക്ക് കിട്ടുന്നത് XY. ആക്റ്റീവ് പ്ലെയിൻ എപ്പോഴും XY ആയിട്ടാണ് എടുക്കുന്നത്. ആക്റ്റീവ് പ്ലെയിൻ XY ആണ്. അതുകൊണ്ട് നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിഗർ റൈറ്റ് സൈഡ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ആ ഫിഗറിൻ്റെ സൈഡ് വ്യൂ കിട്ടും. ഈ സൈഡ് വ്യൂവിലാണ് ഞാൻ സർക്കിള് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സൈഡ് വ്യൂ എടുത്തിട്ട് ഞാൻ ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുവാണ്. ഇവിടെ ഡയമീറ്റർ, ഫസ്റ്റ് സർക്കിളിൻ്റെ ഡയമീറ്റർ ഇതാണ്. എഗെയിൻ ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ ഡയമീറ്റർ റേഡിയസ് 12.5 ആണ്. ആ രീതിയിൽ ഇന്നർ സർക്കിളും കൺസ്ട്രക്ട് ചെയ്തു. അതിനുശേഷം എഡിറ്റ് മോഡിഫൈ ബാറിൽ പോയി കഴിഞ്ഞാൽ, മോഡിഫൈ ബാറിൽ പോയി ട്രിം എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ട്രിം ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ ബട്ടൺ കൊടുക്കുക. ആവശ്യമില്ലാത്ത പോർഷൻ ഞാൻ ട്രിം ചെയ്ത് മാറ്റുവാണ്. അതിന് മുന്നേ ഇവിടെ ഇതിലേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കണക്ട് ചെയ്യേണ്ടതുണ്ട്. അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനിയാണ് അത് നമ്മൾ ട്രിം ചെയ്ത് മാറ്റുവാണ്. ആ ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ട്രിം കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പാർട്ട് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഇനി കൊടുക്കുന്നത് ഇതാണ് ഫ്രണ്ട് വ്യൂ. ആ ഒരു ഫ്രണ്ട് വ്യൂവിൽ ഇനി ഒരു റീജിയൺ കമാൻഡാണ് നെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. റീജിയൺ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെപ്പറേറ്റ് ലൈൻസ് ആയിട്ട് നിൽക്കുന്നതിനൊക്കെ ഒരു ഒറ്റ റീജിയൺ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഈ ഒരു പോർഷൻ റീജിയണായി, ഇതൊരു റീജിയണായി കണ്ടോ. സെലക്ഷനിൽ ഒരു സിംഗിൾ സെലക്ഷനായിട്ട് വരുന്നുണ്ട്. സർക്കിൾ ഓൾറെഡി റീജിയൻ ആണ്, അത് സെപ്പറേറ്റ് റീജിയൻ ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അതിന് ശേഷം വീണ്ടും വിഷ്വലൈസ് പോയിട്ട് നമ്മൾ എന്താണോ ആദ്യം എടുത്ത വ്യൂ, ആ ഒരു വ്യൂവിലേക്ക് തിരിച്ചു പോവുകയാണ്. നോർത്ത് വെസ്റ്റ് ഐസോമെട്രിക് വ്യൂവിലേക്ക് പോയി. ഇനി ഇതിനെയാണ് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുന്നത്. ഈ വ്യൂവിനെയാണ് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുന്നത്. ആ എക്സ്ട്രൂഡ് കമാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഹോമിൽ ഒരു ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിലാണ് എക്സ്ട്രൂഡ് കമാൻഡ് ഉള്ളത്. എക്സ്ട്രൂഡ് സോളിഡ് ഒരു സർഫസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് ഒരു സർഫസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റിവോൾവ് ചെയ്തിട്ട് നമുക്ക് സോളിഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ നമ്മൾ എക്സ്ട്രൂഡ് കമാൻഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് നമ്മൾ ഈ ഐസോമെട്രിക് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. 38 mm ആണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. 38 mm. അപ്പോൾ ആ 38 mmലേക്ക് ഈ 38 mm ആണ് ഇവിടെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. അപ്പം ഞാനത് ആ ഒരു എക്സ്ട്രൂഡ് കമാൻഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഇനി എത്ര എം എം എക്സ്ട്രൂഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 38 mm എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 38 mm ആ ഒരു സർഫസ് എക്സ്ട്രൂഡ് ചെയ്തു. ഇപ്പോൾ ഇതെന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡായി മാറി. ഇനി അതിലേക്ക് ഇതേ മോഡൽ ഈ സർക്കിളിനും എക്സ്ട്രൂഡ് ചെയ്യണം. ഇപ്പോൾ എക്സ്ട്രൂഡ് കമാൻഡ് സർക്കിൾ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. അതിനുശേഷം 38 mm ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ട് സോളിഡും എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാസ്റ്റർ സോളിഡിൽ നിന്ന് ഈ ഒരു സർക്കിൾ, ഈ ഒരു സിലിണ്ടർ നമുക്ക് റിമൂവ് ചെയ്യണം. അതിനായിട്ട് ഒരു സബ്സ്ട്രാക്റ്റ് കമാൻഡ് ഉണ്ട്. ആ സബ്സ്ട്രാക്റ്റ് കമാൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മാസ്റ്റർ ഓബ്ജക്റ്റ്, ഏത് ഓബ്ജക്റ്റിൽ നിന്നാണോ റിമൂവ് ചെയ്യേണ്ടത് അത് ആദ്യം സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം ഏത് ഓബ്ജക്റ്റ് ആണോ സബ്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓബ്ജക്റ്റ് അവിടെ നിന്ന് റിമൂവ് ആയി. ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വിഷ്വലൈസിൽ പോയിട്ട് 2D വയർ ഫ്രെയിം മാറ്റിയിട്ട് നമ്മളൊരു റിയലിസ്റ്റിക് മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഹോള് കൃത്യമായിട്ട് വിസിബിൾ ആവും. വേണമെങ്കിൽ ഈ ഗ്രിഡ് മോഡ് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഹോൾ അവിടെ വിസിബിൾ ആവും. ഇതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സർക്കിൾ ഉണ്ട്, അതിനൊരു ഹോളുണ്ട്. സർക്കിള് നമുക്കറിയാം, സർക്കിളിൻ്റെ ഡയമീറ്റർ 12 ആണ്. ഹോൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് പോകും. ടോപ്പ് വ്യൂവിലേക്ക് പോയിട്ട് നമ്മൾ ഇവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു സർഫസിൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്യും. ഇനി അതല്ല, ടോപ്പ് വ്യൂവിൽ പോകുന്നില്ല, ഇത് നമ്മൾ ആദ്യമുള്ള
നോർത്ത് വെസ്റ്റ് ഐസോമെട്രിക്കിൽ തന്നെ വെച്ചിട്ടും നമുക്ക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ വ്യൂവിൽ വിഷ്വലൈസിൽ നമ്മൾ 2D വയർ ഫ്രെയിമിലേക്ക് തിരിച്ചു പോയി നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഫിക്സ് ചെയ്യണം. ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഫിക്സ് ചെയ്യണം. ആ സർക്കിളിൻ്റെ സെൻറ്റർ ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 18 mm തന്നിട്ടുണ്ട്. 18 mm തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു L1 എന്ന് പറഞ്ഞാൽ 0.75 ആണ്. അപ്പോൾ അത് 18നേക്കാൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. 17.75 ആ റേഞ്ചിലൊക്കെയാണ് വരിക. കാരണം ഇത് ടോട്ടൽ 125 ആണ്. ഈ ഒരു ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ആ ഒരു ഫിഗറിൽ തന്ന ഈ ഫിഗറാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ആ ഫിഗറിൽ തന്ന 18 mm തന്നെ സെലക്ട് ചെയ്താൽ മതി, തെറ്റില്ല. അപ്പോൾ ആ 18 mm ഞാൻ ഒരു ലൈന് ഇതിൻ്റെ മിഡ് പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ലൈന് 18 mm ലെങ്ത്തിലേക്ക് കൺസ്ട്രക്ട് ചെയ്യുവാണ്. ഇത് കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതിനുശേഷം ഞാൻ അവിടെ ഒരു സർക്കിൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. സർക്കിളിൻ്റെ റേഡിയസ് 12 ആണ്. ഡയമീറ്റർ ആണ് സർക്കിൾ. ആ സർക്കിളിൻ്റെ ഇവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. സർക്കിളിൻ്റെ റേഡിയസ് 6 ആണ്. 6. ഓക്കെ, ഇതേ മോഡൽ ഈ ഒരു ഇവിടെയും കൂടി ആ ഒരു പ്രൊസീജിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെയും ആ സെയിം പ്രൊസീജിയർ. ഇവിടെ 18 mm. ഇനി ആ സർക്കിളാണ്. ആ സർക്കിളിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത് ഈ ലൈൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അതിന് ആ ഒരു സർക്കിളിന് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യണം. എക്സ്ട്രൂഡ് ചെയ്യുന്ന ലെങ്ത്തിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം അത് എൻ്റെ ഹോളായിട്ട് പോകേണ്ടതാണ്. അതിനേക്കാൾ കുറച്ചൊരു ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ട് അത് എക്സ്ട്രൂഡ് ആ ഒരു സിലിണ്ടർ കാണിച്ചാൽ മതി, കാരണം അത് റിമൂവ് ചെയ്യുന്നതാണ്. ഇനി സബ്സ്ട്രാക്ട് കമാൻഡ് മാസ്റ്റർ സോളിഡ് സെലക്ട് ചെയ്തു. ഇനി ഏതൊക്കെയാണ് ഈ മാസ്റ്റർ സോളിഡ് നിന്ന് റിമൂവ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു 2 ഹോള് ക്രിയേറ്റ് ചെയ്തു. ഇനി അത് വേണമെങ്കിൽ നമ്മൾ വിഷ്വലൈസിൽ പോയിട്ട് 2D വയർ ഫ്രെയിം മാറ്റിയിട്ട് കൺസെപ്ച്വൽ മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഹോൾ അവിടെ കാണാം. അല്ലെങ്കിൽ വേറെ പിന്നെ റിയലിസ്റ്റിക് മോഡലിൽ പോയി കഴിഞ്ഞാലും അവിടെ നമുക്ക് ആ ഒരു ഹോൾ അവിടെ കാണാം. ഇനി നമ്മൾ വീണ്ടും അത് 2D വയർ ഫ്രെയിമിലേക്ക് തന്നെ മാറ്റിയിട്ടു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഓയിൽ ഹോളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഓയിൽ ഹോളിൻ്റെ പെക്യൂലാരിറ്റി, ഓയിൽ ഹോളിൻ്റെ ഈ ഒരു സിലിണ്ടറിക്കൽ പോർഷനിലുള്ള ഡയമീറ്റർ 3 ആണ് തന്നിട്ടുണ്ട്. പിന്നെ 3 mm ഹൈറ്റിൽ ഒരു 45 ഡിഗ്രിയിൽ ഒരു ചാംഫർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ആ രീതിയിൽ തന്നെ നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാം. നെക്സ്റ്റ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഓയിൽ ഹോളാണ്. ആ ഓയിൽ ഹോളിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലൈസ് പോയിട്ട് നമ്മളതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് വ്യൂ സെലക്ട് ചെയ്യുക. ആ ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ നമ്മൾ ആ ഒരു ഓയിൽ ഹോളിൻ്റെ ഫിഗർ കൺസ്ട്രക്ട് ചെയ്യണം. സെപ്പറേറ്റ് കൺസ്ട്രക്ട് ചെയ്താൽ മതി. ആദ്യം ഒരു 1.5 mm. നെക്സ്റ്റ് ഒരു ഹൈറ്റ് നമ്മൾ ചോയ്സ് ഇതിനേക്കാൾ ഇവിടെ കിട്ടുന്ന ഈ ഹൈറ്റിനേക്കാൾ കൂടുതലാവണമെന്നേ ഉള്ളൂ. ഒരു ഹൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇനി അതിന് ശേഷമുള്ള ഹൈറ്റ് നിർബന്ധമായിട്ടും 3 mm തന്നെ എടുക്കണം. 3 mm. അതിനുശേഷം ഒരു ഹൊറിസോണ്ടൽ കൺസ്ട്രക്ഷൻ ലൈന്. ഇനി ആ 3 mm വരുന്ന പോർഷനിൽ നമ്മൾ 45 ഡിഗ്രിയിൽ ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യണം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഒരു എൻഡ് പോയിന്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് 45 ഡിഗ്രിയിലാണ് ഈ ലൈൻ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓർത്തോ ഓഫാക്കി വെക്കുക. ഇപ്പോൾ 45 ഡിഗ്രി വരണമെങ്കിൽ ടോട്ടൽ 135 ഡിഗ്രി വരണം. ഇവിടെ കാണിച്ചിട്ടുള്ള ഡിഗ്രി ഇവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 135 ഡിഗ്രി. ഇപ്പോൾ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആംഗിളിലേക്ക് മൂവ് ചെയ്യും. അതിനുശേഷം 135 എൻ്റർ ചെയ്യും. 135 ഡിഗ്രി അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിഗർ അവിടെ കിട്ടി. ഇനി ആവശ്യമില്ലാത്തത് നമ്മൾ ട്രിം ചെയ്യണം. നമ്മൾ മോഡിഫൈ ട്രിം ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. അതിനുശേഷം ട്രിം ചെയ്ത് മാറ്റി ആവശ്യമില്ലാത്ത പോർഷൻസ് നമ്മൾ ട്രിം ചെയ്ത് മാറ്റി.
ഇനി അതിൽ ഈ ഒരു പോർഷൻ, ഈ ഒരു ലൈന് നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണ്. ഇനി ഇവിടെ നിന്നൊരു ഈ ഒരു എൻഡിൽ നിന്നൊരു 1.5 mm അത് വീണ്ടും ഓർത്തോ ഓണാക്കി 1.5 എൻ്റർ ചെയ്തു. അതിനുശേഷം നമുക്കിത് ഈ എൻഡുമായിട്ട് കണക്ട് ചെയ്തു. അപ്പം ഇത് ആ ഒരു ഓയിൽ ഹോളിൻ്റെ ഒരു ആ മോഡൽ ഒരു സൈഡ് വ്യൂ കിട്ടി. ഇനി ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് റീജിയൻ കമാൻഡ് കൊടുക്കുക. റീജിയൻ കമാൻഡാണ് നെക്സ്റ്റ്. റീജിയൻ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഓബ്ജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത് ചോദിക്കും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ റീജിയനായി. ഇനി ആ റീജിയനിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും നോർത്ത് വെസ്റ്റ് ഐസോമെട്രിക്കിലേക്കാണ് തിരിച്ചു പോയി. ആ ഫിഗർ ഏകദേശം ഓയിൽ ഹോളിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ റിവോൾവ് ചെയ്യണം. റിവോൾവ് കമാൻഡ് ക്ലിക്ക് ചെയ്യുക. ഏത് ഓബ്ജക്റ്റാണ് റിവോൾവ് ചെയ്യേണ്ടത്? ഈ പർട്ടിക്കുലർ ഓബ്ജക്റ്റാണ് റിവോൾവ് ചെയ്യേണ്ടത്. എൻ്റർ കൊടുത്തു. ഇനി റിവോൾവ് ചെയ്യേണ്ട ആക്സിസ് ആണ്. ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എത്ര ഡിഗ്രി റിവോൾവ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ബിൽറ്റിനായിട്ട് 360 ഡിഗ്രി അവിടെ വന്നിട്ടുണ്ട്. ആ 360യിൽ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ 360 ഡിഗ്രി ആ ഓയിൽ ഹോളിൻ്റെ എക്സാക്റ്റ് ഷേപ്പ് കിട്ടി. ഇനി ഈ ഓയിൽ ഹോൾ നമ്മളിവിടെ പ്ലേസ് ചെയ്യണം. ടോപ്പിലത്തെ പോർഷൻ മാത്രം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ലൈനിൻ്റെ ഒരു എക്സ്ട്രാ വേണമെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ലൈൻ കൊടുക്കുക. കൺസ്ട്രക്ഷൻ ലൈന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കൺസ്ട്രക്ഷൻ ലൈന് ഇവിടെ കൊടുക്കുക. ഇനി അതിന് ശേഷം ഇതിനെ മൂവ് ചെയ്യണം. ഈ ഒരു ഓയിൽ ഹോളിനെ മൂവ് ചെയ്ത് അവിടെ സെൻറ്റർ അവിടെ പ്ലേസ് ചെയ്യണം. ഇപ്പോൾ മൂവ് കമാൻഡ് ഇപ്പോൾ ഈ ഒരു സോളിഡിനെയാണ് മൂവ് ചെയ്യുന്നത്. എൻ്റർ കൊടുത്തു. അപ്പോൾ സോളിഡിൻ്റെ സെൻറ്റർ, ഈ ഒരു ടോപ്പ് ഫേസിൻ്റെ സെൻറ്റർ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു മിഡ് പോയിന്റിൽ പ്ലേസ് ചെയ്യണം. ഈ ഒരു മിഡ് പോയിന്റിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് ആ ലൈന്, ഈ ഒരു കൺസ്ട്രക്ഷൻ ലൈന് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഓയിൽ ഹോൾ എക്സാക്റ്റ് ആ ഒരു പോർഷനിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി വീണ്ടും സബ്സ്ട്രാക്ട് കമാൻഡ് കൊടുക്കുക. മാസ്റ്റർ സോൾഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു റിമൂവ് ചെയ്യേണ്ട സോൾഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു ഓയിൽ ഹോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അത് റിമൂവ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇനി അതിൽ നമ്മൾ വിഷ്വലൈസ് പോയിട്ട് 2D വയർ ഫ്രെയിം ചേഞ്ച് ചെയ്തു. റിയലിസ്റ്റിക് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി അവിടെ ഒരു ഓയിൽ ഹോൾ കാണാം. ഇനി ഓയിൽ ഹോൾ ത്രൂ ഔട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒരു ഓർബിറ്റ് കമാൻഡ് കൊടുത്താൽ മതി. ഓർബിറ്റ് കമാൻഡ് അത് 3D ഓർബിറ്റാണ്. ഇപ്പോൾ 3D ഓർബിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഏത് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ആ ഓയിൽ ഹോൾ നമുക്ക് അവിടെ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വിസിബിൾ ആവും. അതേപോലെ ഈ ഹോളും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഏത് സൈഡ് വേണമെങ്കിൽ പിന്നെ ടിൽറ്റ് ചെയ്ത് നോക്കാം. ആ ഓയിൽ ഹോളിൻ്റെ ആ ചാംഫർ 45 ഡിഗ്രി ചാംഫർ വരുന്ന പോർഷനൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വിസിബിൾ ആവും. ഇതാണ് ഫൈനൽ ഓബ്ജക്റ്റ്. വീണ്ടും നോർത്ത് വെസ്റ്റ് ഐസോമെട്രിക്കിലേക്ക് പോവുക. ഇതാണ് ഫൈനൽ ഓബ്ജക്റ്റ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഈ ഒരു ഓബ്ജക്റ്റ് ഇതാണ്. ഈ ഒരു ഓബ്ജക്റ്റിൻ്റെ ഫൈനൽ ഓബ്ജക്റ്റാണ് ഇപ്പോൾ കിട്ടിയത്. ഇനി വേണമെങ്കിൽ നമുക്ക് അതിനെ സെക്ഷൻ ചെയ്തിട്ട് കൂടി നമുക്ക് കാണിക്കാം. ആ സെക്ഷൻ ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു 125-നേക്കാൾ ഹൈറ്റുള്ള ഒരു 125-ൻ്റെ പകുതി ഈ ലെങ്ത്തുള്ള ഒരു റെക്റ്റാങ്കിൾ സോളിഡ് ഒരു റെക്റ്റാങ്കുലർ പ്രിസം ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ തിക്നെസ് 19 mm എടുക്കും. തിക്നെസ് 19 mm, ഹൈറ്റ് കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി. ആ രീതിയിലൊരു റെക്റ്റാങ്കുലർ പ്രിസം ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ നമുക്കത് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡിൻ്റെ ലെങ്ത്ത് 125-ൻ്റെ ഹാഫ്. 125-ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 62.5 ലെങ്ത്ത്. ഹൈറ്റ് നമുക്ക് കുറച്ചധികം സെലക്ട് ചെയ്യുക, തെറ്റില്ല.
ഇനി ഇവിടെ 62.5 ലെങ്ത് അത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തു. നെക്സ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്യുവാണ്. എക്സ്ട്രൂഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് റീജിയൻ ചെയ്യണം. എക്സ്ട്രൂഡ് ചെയ്യുന്നതിന് മുന്നേ റീജിയൻ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ റീജിയൻ കമാൻഡ് ഉണ്ട്. റീജിയൻ കമാൻഡ് കൊടുക്കുക. റീജിയൻ ചെയ്യേണ്ട ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഒരു എൻ്റെ അത് റീജിയൻ ആക്കി കൺവേർട്ട് ചെയ്തു. ഇനി അതിനെ എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഓബ്ജക്റ്റിൻ്റെ തിക്നെസ് ഞാൻ പറഞ്ഞു 19 mm തന്നെ സെലക്ട് ചെയ്യും. 19 mm സെലക്ട് ചെയ്യും. ഇനി ഈ ഓബ്ജക്റ്റിനെ ഞാൻ മൂവ് ചെയ്യിച്ചിട്ട് ഈ പർട്ടിക്കുലർ ഓബ്ജക്റ്റിനെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അത് മൂവ് ചെയ്യിക്കുമ്പോൾ ഇത് മൂവ് ചെയ്യിച്ചിട്ട് ഈ ഒരു പോയിന്റിലേക്ക്, ഈ ഒരു കോർണറിലേക്ക് പ്ലേസ് ചെയ്യും. അപ്പോൾ ഒബ്ജക്റ്റ് അവിടെ കിട്ടി. ഒബ്ജക്റ്റ് അവിടെ പ്ലേസ് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മാസ്റ്റർ ഓബ്ജക്റ്റിന് സബ്സ്ട്രാക്ട് ചെയ്യുക. ഈ ഒരു റെക്റ്റാങ്കുലർ പ്രിസം സബ്സ്ട്രാക്ട് ചെയ്യുക. ഇപ്പോൾ മാസ്റ്റർ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഈ റെക്റ്റാങ്കുലർ പ്രിസം സെലക്ട് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പം നമുക്ക് ആ ഒരു സോളിഡ് നമ്മൾ എന്താണോ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഹാഫ് സെക്ഷൻ, ഫ്രണ്ട് വ്യൂവിലാണ് ഹാഫ് സെക്ഷൻ എലിവേഷൻ കിട്ടും. ഹാഫ് സെക്ഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യൂ കിട്ടും. അത് വിഷ്വലൈസ് ചെയ്ത് 2D ഈ വയർ ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. നമുക്കത് റിയലിസ്റ്റിക്കോ കൺസെപ്ച്വൽ മോഡലിലോ ഒന്ന് റിയലിസ്റ്റിക്കാണ് കുറച്ചും കൂടി പെർഫെക്റ്റ്. ഈ രീതിയിലേക്ക് വ്യൂവിലേക്ക് പോവുക. ഇതാണ് ഫൈനൽ ആൻസർ. താങ്ക് യു ഓൾ.